പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കോൺഗ്രസിൻ്റെ ഡോമിനേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യയിൽ ആദ്യ കാലഘട്ടത്തിൽ ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടി വലിയ ഭൂരിപക്ഷത്തോടെ അധികാരം നേടിയ കാര്യമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രം എന്നൊക്കെ വിളിക്കുന്നു. ദ സെൻറ്റർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറിയപ്പെട്ടത്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് കോൺഗ്രസിനെ എന്തുകൊണ്ടാണ് ഐഡിയോളജിക്കൽ കൊയിലേഷൻ അല്ലെങ്കിൽ സോഷ്യൽ കൊയിലേഷൻ എന്നൊക്കെ വിളിക്കുന്നത്? എന്താണ് ഐഡിയോളജിക്കൽ കൊയിലേഷൻ? ഐഡിയോളജിക്കൽ കൊയിലേഷൻ മീൻസ് ആശയപരമായ കൂട്ടായ്മ. കോൺഗ്രസിനെ എന്തുകൊണ്ടാണ് ആശയപരമായ കൂട്ടായ്മ എന്ന് വിളിക്കുന്നത്? അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചോദിക്കാം, കോൺഗ്രസിനെ എന്തുകൊണ്ടാണ് സാമൂഹ്യ കൂട്ടായ്മ, സോഷ്യൽ കൊയിലേഷൻ എന്ന് വിളിക്കുന്നത്? ചിലപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് ചോദിക്കും. ഏതർത്ഥത്തിലാണ് കോൺഗ്രസിനെ ആശയപരമായ കൂട്ടായ്മയെന്നും സാമൂഹ്യപരമായ കൂട്ടായ്മയെന്നും വിളിക്കുന്നത്? ഇങ്ങനെ പലതരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഐഡിയോളജിക്കൽ കൊയിലേഷൻ എന്നോ അല്ലെങ്കിൽ സോഷ്യൽ കൊയിലേഷൻ എന്നോ വിളിക്കുന്നത്? എന്താണ് കാരണം? നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടി ഫോം ചെയ്തത് എന്നാണ്? INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് നമ്മൾ കഴിഞ്ഞ അങ്ങേ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. എന്നാണ്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യയിലെ എന്നല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ 1885 രൂപം കൊണ്ട കോൺഗ്രസ് പാർട്ടി എന്തിനു വേണ്ടിയാണ് ഇത് രൂപം കൊണ്ടത്? ഈ കോൺഗ്രസ് രൂപം കൊണ്ട കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്. ഏത് കാലഘട്ടത്തിലാണ്? ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ്. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. തുടക്കത്തിൽ ആദ്യകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉന്നത വർഗക്കാരെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയായിരുന്നു. അതിൽ പിന്നോക്ക വർഗക്കാർ ആരും തന്നെ ഇല്ലായിരുന്നു. എല്ലാം ഇംഗ്ലീഷ് സംസാരിക്കുന്ന, പാശ്ചാത്യ രീതിയിൽ വേഷവിധാനങ്ങൾ ധരിക്കുന്ന, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയെടുത്ത, അല്ലെങ്കിൽ മുതലാളിമാരെ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ പ്രഭുക്കന്മാരെ അല്ലെങ്കിൽ ജന്മിമാരെ ഉൾക്കൊള്ളുന്ന, സമൂഹത്തിലെ ഉപരിവർഗങ്ങളെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയായിരുന്നു ആദ്യകാലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഓർക്കണം, തുടക്കത്തിൽ കോൺഗ്രസ് എങ്ങനെയുള്ള ഒരു പാർട്ടിയായിരുന്നു? കോൺഗ്രസിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, സമൂഹത്തിലെ അപ്പർ ക്ലാസ് മാത്രമാണ് ഏതിൽ അംഗങ്ങളായി വന്നത്? കോൺഗ്രസിൽ അംഗങ്ങളായി വന്നത്. മിഡിൽ ക്ലാസ്സോ ലോവർ ക്ലാസ്സോ ഒന്നും തന്നെ ഏതിൽ അംഗമായില്ല? കോൺഗ്രസിൽ അംഗമായില്ല. തുടക്കകാലത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യകാലത്ത് പ്രഭുക്കന്മാരും അതുപോലെ തന്നെ ജന്മിമാരും സമൂഹത്തിലെ സമ്പന്ന വർഗങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കുന്ന, വിദേശ വിദ്യാഭ്യാസം നേടിയെടുത്ത, അന്ന് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമില്ല, അന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയെടുത്ത വിദ്യാസമ്പന്നരായ, സാമ്പത്തികമായി വളരെ മുന്നോക്കം നിൽക്കുന്ന, സമൂഹത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവർ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്നാൽ പിന്നീട് കാലക്രമേണ കോൺഗ്രസ് മനസ്സിലാക്കി, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ശക്തമാകണമെങ്കിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിക്കണം. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിയെങ്കിൽ മാത്രമേ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ വിജയിക്കുവാൻ കഴിയൂ എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തിരിച്ചറിഞ്ഞു. അങ്ങനെ കോൺഗ്രസ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുവാൻ തുടങ്ങി. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുവാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ മുതലാളിമാരെ ഉൾക്കൊള്ളു, അതേ പാർട്ടി തന്നെ തൊഴിലാളികളെയും ഉൾക്കൊള്ളു. അപ്പോൾ ഒരേ സമയം ആദ്യം മുതലാളിമാരെ ഉണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ, പിന്നീട് മുതലാളിമാരെയും തൊഴിലാളികളെയും ഉൾക്കൊണ്ടു. കർഷകരെയും പ്രഭുക്കന്മാരെയും ഉൾക്കൊണ്ടു ഒരേ സമയം. ലാൻഡ് ലോഡ്സ്, ഫ്യൂഡൽ പ്രഭുക്കന്മാരെയും കർഷകരെയും ഈ പാർട്ടി ഒരേ സമയം ഉൾക്കൊണ്ടു, പാർട്ടിയിൽ അംഗങ്ങളാക്കി. വീണ്ടുമുണ്ട് സമ്പന്നരെയും ദരിദ്രരെയും ഈ പാർട്ടി ഉൾക്കൊണ്ടു. ഉയർന്ന ജാതിയിൽപ്പെട്ടവരെയും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെയും ഈ പാർട്ടി ഉൾക്കൊണ്ടു. അന്നൊക്കെ ജാതി വ്യത്യാസമൊക്കെ ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്.
എല്ലാ വിഭാഗം ജനങ്ങളെയും കോൺഗ്രസ് ഉൾക്കൊള്ളുവാൻ തുടങ്ങി. യാതൊരു തരത്തിലുള്ള വേർതിരിപ്പും പിന്നീട് കോൺഗ്രസിന് ഇല്ല. അതായത് ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ വ്യവസായിയെന്നോ കർഷകനെന്നോ യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളുമില്ലാതെ ഇന്ത്യയിലെ സകലമാന ജനങ്ങളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുവാൻ കോൺഗ്രസ് ശ്രമിച്ചു. എന്തിനു വേണ്ടിയാണ് കോൺഗ്രസ് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിക്കുവാൻ ശ്രമിച്ചത്? അതിനുള്ള കാരണം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ശക്തമാകണം. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതോടെ കൂടുതൽ സമൂഹത്തിന്റെ നാനാഭാഗത്തുള്ള വിവിധ തലങ്ങളിലുള്ള ജനവിഭാഗങ്ങൾ കോൺഗ്രസിലേക്ക് എത്തി. വ്യത്യസ്ത ആശയങ്ങൾ പുലർത്തുന്നവരാണ് ഇവരെല്ലാം. നമുക്കറിയാം, മുതലാളിയുടെ ആശയമല്ല, മുതലാളിമാരുടെ ഐഡിയോളജി അല്ല തൊഴിലാളികൾക്കുള്ളത്. രണ്ടും വ്യത്യസ്ത ആശയങ്ങളാണ്. കർഷകരുടെ ആശയങ്ങളല്ല ആർക്കുള്ളത്? തൊഴിലാളികൾക്കുള്ളത്, അല്ലെങ്കിൽ പ്രഭുക്കന്മാർക്കുള്ളത്. അപ്പോൾ സമ്പന്നരുടെ ഐഡിയോളജി ആശയമായിരിക്കില്ല ആർക്കുള്ളത്? ദരിദ്രർക്കുള്ളത്. അപ്പോൾ വ്യത്യസ്ത ആശയങ്ങൾ വച്ചു പുലർത്തുന്ന പല വിഭാഗങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഒരു കൂട്ടായ്മയായി, ഒരു കൊയിലേഷനായി നിലകൊണ്ടു. ഈ അർത്ഥത്തിൽ കോൺഗ്രസിനെ എന്ത് വിളിക്കാം? ആശയപരമായ ഒരു കൂട്ടായ്മ എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ആശയങ്ങളുള്ള ജനവിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഫോർ വാട്ട് പർപ്പസ്? എന്തിനു വേണ്ടിയാണ് ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത്? ഒരേ ഒരു ലക്ഷ്യം മാത്രം, ഫ്രീഡം ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന ഒറ്റ ലക്ഷ്യം വച്ച് ഈ പറയുന്ന വ്യത്യസ്ത ആശയങ്ങൾ പുലർത്തുന്നവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കീഴിൽ അണിനിരന്നു. ഓക്കെ, ഈ അർത്ഥത്തിൽ സമൂഹത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ വ്യത്യസ്ത ആശയങ്ങൾ വച്ചു പുലർത്തുന്നവരെ ഉൾക്കൊണ്ടിരുന്ന ഒരു കക്ഷി അല്ലെങ്കിൽ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ നമുക്ക് എന്ത് വിളിക്കാം? കോൺഗ്രസ് ഈസ് ആൻ ഐഡിയോളജിക്കൽ കൊയിലേഷൻ. കോൺഗ്രസ് ഒരു ആശയപരമായ കൂട്ടായ്മയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ആശയപരമായ കൂട്ടായ്മ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ സാമൂഹ്യപരമായ കൂട്ടായ്മ എന്ന് വിളിക്കാനുള്ള കാര്യം എന്താണ്? സോഷ്യൽ കൊയിലേഷൻ എന്ന് വിളിക്കാനുള്ള കാരണം അതും ഈ പറഞ്ഞതിൽ തന്നെ ഉണ്ട്. സമൂഹത്തിലെ വ്യത്യസ്ത സാമൂഹ്യ വർഗങ്ങളെയാണ് ഉൾക്കൊണ്ടത്. ആരൊക്കെ ഉണ്ടായിരുന്നു? സമൂഹത്തിലെ ഉന്നത വർഗം ഉണ്ടായിരുന്നു, മധ്യവർഗം ഉണ്ടായിരുന്നു, പിന്നോക്ക വർഗം ഉണ്ടായിരുന്നു. സകല വർഗങ്ങളെയും, സമ്പന്നരും ഇടത്തട്ടുകാരും ദരിദ്രരും കോൺഗ്രസിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലുള്ള സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളുടെ കൂട്ടായ്മ, സാമൂഹ്യ വർഗങ്ങളുടെ ഒരു കൂട്ടായ്മ. ഈ അർത്ഥത്തിൽ കോൺഗ്രസിനെ എന്ത് വിളിക്കാം? സോഷ്യൽ കൊയിലേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഒരേ സമയം കോൺഗ്രസ് സാമൂഹ്യമായ കൂട്ടായ്മയും ഐഡിയോളജിക്കൽ കൊയിലേഷനുമായിരുന്നു, ആശയപരമായ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ കൂട്ടായ്മയുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഐഡിയോളജിക്കൽ കൊയിലേഷൻ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സാമൂഹ്യ കൂട്ടായ്മ, സോഷ്യൽ കൊയിലേഷൻ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. എന്തുകൊണ്ടാണ് എന്നുകൂടെ പറയാം. തുടക്കകാലത്ത് കോൺഗ്രസ് ബ്രിട്ടീഷുകാർക്കെതിരെ തുടക്കകാലത്ത് കോൺഗ്രസിൽ ആൾക്കാരുടെ എണ്ണം, പ്രവർത്തകരുടെ എണ്ണം വളരെ കുറവായിരുന്നു. സമൂഹത്തിലെ ഉന്നത വർഗം മാത്രമാണ് കോൺഗ്രസിൽ ഉൾപ്പെട്ടിരുന്നത്. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരും പാശ്ചാത്യ വിദ്യാഭ്യാസം മീൻസ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണ്, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നേടിയെടുത്തവരും ലാൻഡ് ലോഡ്സും അതുപോലെ തന്നെ റിച്ച് പീപ്പിളും മാത്രം ഉൾക്കൊള്ളുന്ന, സമ്പന്ന വിഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു കോൺഗ്രസ് പാർട്ടി. എന്നാൽ പിന്നീട് കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടുതൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുവാൻ തുടങ്ങി. സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളെ ഉൾക്കൊണ്ടു. ആരൊക്കെയാണ് ഉൾക്കൊണ്ടതെന്ന് ഞാൻ പറഞ്ഞു. മുതലാളിയെയും തൊഴിലാളിയെയും ഉൾക്കൊണ്ടു, സമ്പന്നനെയും മധ്യവർത്തിയെയും ദരിദ്രനെയും ഉൾക്കൊണ്ടു, ലാൻഡ് ലോഡ്സ് പ്രഭുക്കന്മാരെയും കർഷകരെയും ഉൾക്കൊണ്ടു. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും കോൺഗ്രസ് ഉൾക്കൊള്ളുവാൻ തുടങ്ങി. ഈ അർത്ഥത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഈ അർത്ഥത്തിൽ വ്യത്യസ്ത ആശയങ്ങൾ വച്ചു പുലർത്തുന്നവർ പോലും കോൺഗ്രസിന് കീഴിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന ഒറ്റ ലക്ഷ്യം വെച്ച് ഒരുമിച്ച് നിൽക്കും. ഈ അർത്ഥത്തിൽ കോൺഗ്രസിനെ എന്ത് വിളിക്കാം? നമുക്ക് ഐഡിയോളജിക്കൽ കൊയിലേഷൻ എന്നോ അല്ലെങ്കിൽ സോഷ്യൽ കൊയിലേഷൻ എന്നോ വിളിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ കോൺഗ്രസിനെ ഐഡിയോളജിക്കൽ കൊയിലേഷൻ അല്ലെങ്കിൽ സോഷ്യൽ കൊയിലേഷൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് കോൺഗ്രസ് സിസ്റ്റം എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. നമ്മളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എന്താണ് കോൺഗ്രസ് സിസ്റ്റം? എന്താണ് കോൺഗ്രസ് സിസ്റ്റം?
കോൺഗ്രസ് സിസ്റ്റം. എന്താണ് കോൺഗ്രസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ കോൺഗ്രസ് വ്യവസ്ഥ എന്ന് പറയാം. എന്താണ് കോൺഗ്രസ് വ്യവസ്ഥ? നമുക്കറിയാം, ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷത്തോടെ 4-3 ഭൂരിപക്ഷത്തോടെ വിജയിച്ച് അധികാരം നേടി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പ് ഞാൻ ടേബിൾ വരച്ചിട്ട് പറഞ്ഞു തന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് പോകണ്ട. അപ്പോൾ ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ 1, 2, 3 ജനറൽ ഇലക്ഷൻസിൽ കോൺഗ്രസ് മൃഗീയമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. കോൺഗ്രസ് നേടിയ സീറ്റുകളുടെ 10-1 സീറ്റ് പോലും നേടാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞില്ല എന്ന് നമ്മൾ പഠിച്ചതാണ്. അതായത് ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷം നേടി. 3 പതിറ്റാണ്ടുകൾ കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തി. ഈ കാലത്ത് ഒരേ സമയം കോൺഗ്രസ് തന്നെയാണ് ഭരണപക്ഷമായും പ്രതിപക്ഷമായും പ്രവർത്തിച്ചത്. കാരണം പ്രതിപക്ഷമൊക്കെ ദുർബലമാണ്. പ്രതിപക്ഷ പാർട്ടികൾ ആദ്യം നമ്മൾ പറഞ്ഞതാണ്, കോൺഗ്രസ് അധികാരം നേടി, ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ അധികാരം നേടി നെഹ്റുവിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിച്ച സമയത്ത് പ്രതിപക്ഷ പാർട്ടിക്ക് ലഭിച്ചത്, 2ാം സ്ഥാനത്തെത്തിയ പാർട്ടിക്ക് ലഭിച്ചത് വെറും 16 സീറ്റായിരുന്നു. നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് 2ാം സ്ഥാനത്ത് എത്തിയത്. ലഭിച്ച സീറ്റ് വെറും 16 സീറ്റ്. കാരണം അത്രത്തോളം അന്തരമുണ്ടായിരുന്നു 1ാം സ്ഥാനവും 2ാം സ്ഥാനവും നേടിയ പാർട്ടികൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടി അന്ന് നേടിയത് 11-12 സീറ്റാണ്. അത് കഴിഞ്ഞിട്ട് 3ാം സ്ഥാനത്തേക്ക് എത്തിയത്. അപ്പൊ വളരെ തുച്ഛമായ സീറ്റുകൾ മാത്രമാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് നേടാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ എതിർക്കുവാൻ, കോൺഗ്രസിന്റെ നയങ്ങളെ തിരുത്തുവാൻ, കോൺഗ്രസിന്റെ നിലപാടുകളെ തിരുത്തുവാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് ശക്തിയില്ലായിരുന്നു. എപ്പോഴും നമുക്കറിയാം, ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളാണ്, അല്ലെ? ഒപ്പോസിഷൻ പാർട്ടി സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ഭരണം സ്ട്രോങ് ആയി നടക്കൂ. ഇപ്പോൾ ഒരു രാജ്യത്ത്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ ഒരു ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്നു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ പാർട്ടികൾ തമ്മിലുള്ള മത്സരമാണ്. ആ മത്സരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി വിജയിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ അവസ്ഥ അനുസരിച്ച് ഒരു പാർട്ടിയല്ല, ഒരു കൂട്ടം പാർട്ടികൾ ചേർന്ന സഖ്യമാണ്, കൂട്ടുകക്ഷി ഗവൺമെന്റാണ് ഇപ്പോൾ ഇന്ത്യയിൽ അധികാരത്തിലെത്തുന്നത്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ അധികാരത്തിലെത്തുന്നു. 2ാം സ്ഥാനത്തെത്തുന്ന പാർട്ടി അല്ലെങ്കിൽ പാർട്ടികളുടെ സഖ്യം അവരെന്ത് രൂപീകരിക്കുന്നു? അവർ പ്രതിപക്ഷ സഖ്യമായി നിലകൊള്ളുന്നു. അതാണ് അവസ്ഥ. ഭരണത്തിലിരിക്കുന്ന ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളെ ഇവർ എന്ത് ചെയ്യുന്നു? വിമർശിക്കുന്നു. ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളെ, മോശപ്പെട്ട തീരുമാനങ്ങളെ തിരുത്തുവാൻ ആര് ശ്രമിക്കുന്നു? പ്രതിപക്ഷം. പ്രതിപക്ഷത്തിന്റെ റോൾ എന്ന് പറഞ്ഞാൽ തന്നെ ആരുടെ പ്രവർത്തനങ്ങളെ നേർവഴിക്ക് കൊണ്ടുപോവുക? ഗവൺമെന്റിന്റെ. ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനം എടുത്താൽ അതിനെ പ്രതിപക്ഷം വിമർശിക്കും. അതാണ് പ്രതിപക്ഷത്തിന്റെ റോള്. അപ്പൊ ഇവിടെ ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ത്യയിലെ ജനറൽ ഇലക്ഷൻ നടന്ന ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷത്ത് വളരെ ദുർബലതയാണ്, ദൗർബല്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം കോൺഗ്രസിനെ എതിർക്കുവാൻ കഴിയില്ല. കാരണം 4-3 ഭൂരിപക്ഷമാണ് കോൺഗ്രസിനുള്ളത് ലോക്സഭയിൽ. അപ്പോൾ പിന്നെ എതിർക്കാൻ ആരുമില്ല. ലോക്സഭയിൽ കോൺഗ്രസിനെതിരെ ശബ്ദം ഉയർത്തുവാൻ പ്രതിപക്ഷ പാർട്ടികളുടെ ശബ്ദം ആ ഹാളിൽ ഉയർന്നു കേൾക്കില്ല. പാർലമെന്റിൽ അത്ര ഇരിക്കുന്നതെല്ലാം ആര് തന്നെ, 4-3 പേരും ആര് തന്നെയാണ്? കോൺഗ്രസ് തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം വളരെ ദൗർബല്യമാണ്, പ്രതിപക്ഷത്തിന്റെ ദൗർബല്യമാണ് ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ, ആദ്യ ഒരു ജനറൽ ഇലക്ഷൻസിൽ ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥ നേരിട്ടത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ തിരുത്തുവാൻ ആര് തന്നെയാണ് അന്ന് തയ്യാറായത്? കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് എടുക്കുന്ന, നെഹ്റു മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്, ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമെന്ന് കണ്ടാൽ അതിനെ കോൺഗ്രസിലുള്ളവർ തന്നെ എതിർത്തിരുന്നു. അപ്പോൾ ഒരേ സമയം കോൺഗ്രസ് എന്ത് ചെയ്തിരുന്നു? ഭരണപക്ഷമായും ആ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിപക്ഷമായും പ്രവർത്തിച്ചു. എന്ന് പറഞ്ഞാൽ മറ്റാരും തന്നെ കോൺഗ്രസിനെ എതിർക്കാനില്ല. കോൺഗ്രസിനെ അന്ന് എതിർക്കണമെങ്കിൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുന്നു, കോൺഗ്രസ് മന്ത്രിസഭ ഒരു തീരുമാനമെടുക്കുന്നു. അതിനെ എതിർക്കണമെങ്കിൽ പ്രതിപക്ഷത്തിന് അന്ന് ശക്തിയില്ല. ആര് തന്നെ വിചാരിച്ചാലേ അതിനെ എതിർക്കാൻ പറ്റൂ? കോൺഗ്രസിനകത്തുള്ള മറ്റൊരു വിഭാഗം വിചാരിച്ചെങ്കിൽ മാത്രമേ അതിനെ എതിർക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരേ സമയം ആദ്യ 3 പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഒരേ സമയം കോൺഗ്രസ് എന്തായിട്ടാണ് പ്രവർത്തിച്ചത്? ഭരണപക്ഷമായും പ്രതിപക്ഷമായുമാണ്
കോൺഗ്രസ് പ്രവർത്തിച്ചത്. ഓക്കെ, ഒരേ സമയം കോൺഗ്രസ് ഭരണപക്ഷമായും പ്രതിപക്ഷമായും പ്രവർത്തിച്ച ഈ കാലഘട്ടത്തെയാണ് കോൺഗ്രസ് സിസ്റ്റം അല്ലെങ്കിൽ കോൺഗ്രസ് വ്യവസ്ഥ എന്ന് വിളിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് സിസ്റ്റം എന്താണ് നമ്മൾ പറഞ്ഞു. എന്താണ് കോൺഗ്രസ് സിസ്റ്റം? ആദ്യ 3 ഡീക്കേഡ്സിൽ, ആദ്യത്തെ 3 പതിറ്റാണ്ടുകളിൽ കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആധിപത്യം നേടി. ഒരേ സമയം ഭരണപക്ഷമായും പ്രതിപക്ഷമായും പ്രവർത്തിച്ചത് ആര് തന്നെയാണ്? കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ കാരണം പ്രതിപക്ഷത്തിന് അന്ന് വലിയ റോൾ ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷം പറഞ്ഞാൽ തന്നെ ആര് അനുസരിക്കില്ല? കോൺഗ്രസ് അനുസരിക്കില്ല. കാരണം പ്രതിപക്ഷത്തിനെ എന്ത് ചെയ്യാൻ, അവരെ തള്ളിക്കളയുവാൻ തക്കതായിട്ടുള്ള, പ്രതിപക്ഷം കൊണ്ടുവരുന്ന ആരോപണങ്ങളെ തള്ളിക്കളയുവാനും ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പോലും പ്രതിപക്ഷത്തിന് കഴിയില്ല. അത്രയ്ക്ക് മൃഗീയമായ ഭൂരിപക്ഷമാണ് ആര് നേടിയെടുത്തത്? കോൺഗ്രസ് നേടിയെടുത്തത്. അപ്പൊ ഒരേ സമയം ആ കാലഘട്ടത്തിൽ ഒരേ സമയം കോൺഗ്രസ് ഭരണപക്ഷമായും പ്രതിപക്ഷമായും പ്രവർത്തിച്ചു. ഈ കാലഘട്ടത്തെയാണ് കോൺഗ്രസ് ഭരണപക്ഷമായും പ്രതിപക്ഷമായും നിലകൊണ്ട ഈ കാലഘട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്? കോൺഗ്രസ് സിസ്റ്റം അല്ലെങ്കിൽ കോൺഗ്രസ് വ്യവസ്ഥ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ 2 ക്വസ്റ്റ്യൻ നമ്മളിവിടെ പറഞ്ഞു. കോൺഗ്രസിനെ ഐഡിയോളജിക്കൽ കൊയിലേഷൻ എന്നോ സോഷ്യൽ കൊയിലേഷൻ എന്നോ വിളിക്കുന്നത് എന്തുകൊണ്ട്? രണ്ടാമത്തത് കോൺഗ്രസ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ത്? ഏത് കാലഘട്ടത്തെയാണ് നമ്മൾ കോൺഗ്രസ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്? എന്താണ് കോൺഗ്രസ് സിസ്റ്റം എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അപ്പോൾ കോൺഗ്രസ് പാർട്ടി ആദ്യ കാലഘട്ടത്തിൽ ആധിപത്യം പുലർത്തിയിരുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിട്ട് ഒരു പുതിയ പാർട്ടി സ്വാതന്ത്ര്യത്തിന് ശേഷം നിലവിൽ വന്നു. ഈ പാർട്ടിയെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് വിളിക്കുന്നത്. ഏത് പേരിലാണ് വിളിക്കുന്നത്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, CSP. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണവും അതിന്റെ നയങ്ങളെയും കുറിച്ചാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. അടുത്ത എന്തിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഫോർമേഷനെ കുറിച്ചും അതിന്റെ പോളിസീസ്, നയങ്ങളെ കുറിച്ചും അതിന്റെ സ്പ്ലിറ്റ്, എന്താ സ്പ്ലിറ്റ്? വിഭജനം, അതിന്റെ വിഭജനങ്ങളെ കുറിച്ചുമൊക്കെയാണ് അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം, അതിന്റെ ആശയങ്ങൾ, ഐഡിയാസ് അല്ലെങ്കിൽ പോളിസീസ്, അതിന്റെ സ്പ്ലിറ്റ്, 3 കാര്യങ്ങളും കൂടെ ചേർത്ത് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പഠിക്കാം. നമുക്കറിയാം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ തൊട്ട് മുമ്പ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു വ്യത്യസ്ത ആശയങ്ങളുള്ള വിഭാഗങ്ങൾ ഒരുമിച്ച് നിന്നു. ആരൊക്കെ? വ്യത്യസ്ത ആശയങ്ങളുള്ള, പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും സമൂഹത്തിലെ വ്യത്യസ്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വിഭാഗങ്ങൾ, പാർട്ടികൾ അല്ലെങ്കിൽ വ്യക്തികൾ ഒരുമിച്ച് നിന്നു. എന്തിനു വേണ്ടി? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. 1947 മുമ്പ് തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു 1947 ശേഷമാണ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്, കൃത്യമായി പറഞ്ഞ 48. എന്നാൽ സ്വാതന്ത്ര്യത്തിന് മുൻപും സോഷ്യലിസ്റ്റ് പാർട്ടി നിലനിന്നിരുന്നു. 1934 ഓർക്കണം, 1934 ആചാര്യ നരേന്ദ്രദേവിന്റെ അധ്യക്ഷതയിൽ പാട്നയിൽ കൂടിയ സമ്മേളനം. എവിടെയാണ്? പാട്ന. ആചാര്യ നരേന്ദ്രദേവിന്റെ അധ്യക്ഷതയിൽ പാട്നയിൽ കൂടിയ സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. ഓർക്കണം, 1934 ആരുടെ അധ്യക്ഷതയിൽ കൂടിയ, ആരുടെ പ്രസിഡൻഷ്യൽഷിപ്പിൽ കൂടിയ മീറ്റിംഗിലാണ്? ആചാര്യ നരേന്ദ്രദേവിന്റെ അധ്യക്ഷതയിൽ കൂടിയ മീറ്റിംഗിൽ ഏത് പാർട്ടി രൂപം കൊണ്ടു? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. എവിടെയാണ്? പാട്നയിൽ വെച്ചാണ് ഈ സംഘടന അല്ലെങ്കിൽ ഈ പാർട്ടി രൂപം കൊണ്ടത്. ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത, ആദ്യകാലത്ത് ഞാൻ പറഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന പോരാട്ടങ്ങളിൽ കോൺഗ്രസുമായി ഒരുമിച്ച് ചേർന്ന് തന്നെയാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഏത് പാർട്ടി പ്രവർത്തിച്ചത്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചത്.
കാരണം കോൺഗ്രസ് വേറെ സോഷ്യലിസ്റ്റ് പാർട്ടി വേറെ അങ്ങനെ ആയിരുന്നില്ല. കോൺഗ്രസിലെ അംഗങ്ങൾ തന്നെ കുറച്ച് പേര് ഏത് പാർട്ടിയിൽ അംഗങ്ങളായി? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങളായി. കുറച്ച് ശ്രദ്ധിക്കണേ. അപ്പോൾ കോൺഗ്രസിലെ അംഗങ്ങൾ തന്നെ, കോൺഗ്രസിലെ എല്ലാ അംഗങ്ങളും ഇല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കുറച്ചു പേര്, ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ചു പേര്, അവർ ആ പാർട്ടിക്കുള്ളിൽ തന്നെ മറ്റൊരു പാർട്ടി രൂപീകരിച്ചു. ഏത് പാർട്ടിക്കുള്ളിൽ? കോൺഗ്രസ് പാർട്ടിക്കകത്ത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ മറ്റൊരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഈ പാർട്ടിക്ക് പ്രത്യേക ഭരണഘടനയും നയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, മെമ്പർഷിപ്പ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ രൂപം കൊണ്ട 1934 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ രൂപം കൊണ്ട ഒരു പാർട്ടിയായിരുന്നു ഏത് പാർട്ടി? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ആരായിരുന്നു ഇതിന്റെ സ്ഥാപക നേതാവ്? ആചാര്യ നരേന്ദ്രദേവ് ആയിരുന്നു. ഈ പാർട്ടിയുടെ പ്രത്യേകത, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഒരു പ്രത്യേക പാർട്ടിയായിട്ട് നിലകൊണ്ടില്ല. ഏത് പാർട്ടിക്കുള്ളിൽ തന്നെ നിലകൊണ്ടു? കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ നിലകൊണ്ടു. സമ്മേളനങ്ങൾക്കെല്ലാം, കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾക്കെല്ലാം ഇവരും വരും. കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ, കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങളിലെല്ലാം ഇവർ പങ്കെടുക്കും. പക്ഷെ ഇവർക്ക് പ്രത്യേകം എന്തുണ്ടായിരുന്നു? ഇവർക്ക് പാർട്ടിക്ക് പ്രത്യേക ഭരണഘടനയുണ്ട്, അംഗത്വം, അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, പ്രത്യേക പോളിസികൾ, നയങ്ങളും അവർക്കുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ തുടക്കകാലത്ത് അങ്ങനെ തന്നെ ഇവർ മുന്നോട്ട് പോയി. കാരണം ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്. ആരെ പുറത്താക്കുക? ബ്രിട്ടീഷുകാരെ പുറത്താക്കി ഇന്ത്യയെ മോചിപ്പിക്കുക, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക. ഇതായിരുന്നു ആദ്യകാലത്തെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് നിന്നു. എന്നാൽ 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം കോൺഗ്രസ് അതിന്റെ നയങ്ങളിൽ മാറ്റം വരുത്തി. കോൺഗ്രസ് അതിന്റെ ഭരണഘടനയിൽ മാറ്റം വരുത്തി. കോൺഗ്രസ് അതിന്റെ ഭരണഘടനയിൽ സൂചിപ്പിക്കുന്നു, ഇരട്ട പദവി പാടില്ല. ഒരേ സമയം കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർ മറ്റ് പാർട്ടികളിൽ അംഗങ്ങളാകാൻ പാടില്ല എന്ന ഒരു നിയമം ആര് കൊണ്ടുവന്നു? കോൺഗ്രസ് കൊണ്ടുവന്നു. നേരത്തെ പ്രശ്നമില്ല. കാരണം നേരത്തെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യമാണ് ലക്ഷ്യം. അതിനാൽ എല്ലാവരെയും കോൺഗ്രസ് ഒപ്പം കൂട്ടി. പക്ഷെ ഇനി അതല്ല. ഇനി കോൺഗ്രസിന് നിലനിൽക്കണമെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നാൽ ജനാധിപത്യം ശക്തിപ്പെടത്തില്ല. പ്രത്യേകമായിട്ട് നിൽക്കണം. കോൺഗ്രസിൽ നിൽക്കുന്നുവെങ്കിൽ അത് കോൺഗ്രസിൽ ഉറച്ചു നിൽക്കണം. കോൺഗ്രസിനുള്ളിൽ മറ്റൊരു പാർട്ടിയായിട്ട് നിലനിൽക്കാൻ കഴിയില്ല. കോൺഗ്രസിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മറ്റൊരു പാർട്ടിയിലും മെമ്പർഷിപ്പ് പാടില്ല. അങ്ങനെ ഒരു നിയമം കോൺഗ്രസ് കൊണ്ടുവന്നു. അതിനെ തുടർന്ന് 1948 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു? കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചു. ഓർമ്മിക്കണം, എന്നാണ് 1948 അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി ഇവർ എന്ത് ചെയ്തു? ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇനി അതിനുശേഷം ആദ്യകാലത്ത് ഇവർ സോഷ്യലിസ്റ്റ് പാർട്ടി സോഷ്യലിസത്തെയാണ് ഉയർത്തിക്കാട്ടിയത്. റഷ്യൻ വിപ്ലവവും അതുപോലെ തന്നെ കമ്മ്യൂണിസം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഉയർത്തിക്കാട്ടുന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെയാണ് ഏത് പാർട്ടി കൂടുതൽ പിന്തുണച്ചത്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കൂടുതൽ പിന്തുണച്ചത്. ഇതിനുശേഷം 1952 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചു. ആദ്യകാലങ്ങളിൽ കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിച്ചു. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിൽ നിന്ന് വേറിട്ട് 1948 പുതിയ പാർട്ടി ഉണ്ടാക്കി ഒരു പുതിയ പ്രസ്ഥാനമായി നിലകൊണ്ടു. 48 മുതൽ 52 വരെ പാർട്ടി രാജ്യവ്യാപകമായിട്ട് പ്രചരണമൊക്കെ നടത്തി 52 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടു. 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് അന്ന് 12 സീറ്റ് മറ്റുമാണ്, 11-12 സീറ്റോ ആണ് ലഭിച്ചത്. 2-ാം സ്ഥാനത്തെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 16 സീറ്റ് ലഭിച്ചിരുന്നു. അതിനും പിന്നിലേക്ക് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പിറകിലേക്ക് പോയി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരുന്നു. വലിയ പ്രതിസന്ധികളെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേരിടാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ പിന്നീട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കുള്ള ഒഴുക്ക് കുറഞ്ഞു. ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞു 1934 ആചാര്യ നരേന്ദ്രദേവിന്റെ നേതൃത്വത്തിൽ ഈ പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് കോൺഗ്രസിനുള്ളിലായിരുന്നു ഇവർ പ്രവർത്തിച്ചിരുന്നത്. അതിനുശേഷം കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന് 48 ഇവർ പുറത്തു വന്നു. ചെറുപ്പക്കാരുടെ കൂട്ടമായിരുന്നു അന്ന്. പുറത്തു വന്നു.
അതിനുശേഷം കോൺഗ്രസിൽ നിന്നും കുറേ ആൾക്കാർ, കുറേ മെമ്പർമാർ ഏതിലേക്ക് വന്നിരുന്നു? സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നിരുന്നു. പക്ഷെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം കോൺഗ്രസിൽ നിന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കുള്ള അംഗങ്ങളുടെ ഒഴുക്ക് കുറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കുള്ള അംഗങ്ങളുടെ ഒഴുക്ക് കുറഞ്ഞു. സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രാജ്യവ്യാപകമായിട്ട് എന്ത് കുറയുകയും ചെയ്തു? അവരുടെ രാജ്യവ്യാപകമായി നിലനിന്നിരുന്ന അവരുടെ കെട്ടുറപ്പിനെ ബാധിക്കുകയും ചെയ്തു. അതിനുശേഷം അപ്പോൾ ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കണം. അതിനുശേഷം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രത്യേക പാർട്ടിയായി നിലകൊള്ളുകയാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഇതിനെ തുടർന്ന് പുതിയ പുതിയ പാർട്ടികൾ രൂപം കൊണ്ടു. സോഷ്യലിസ്റ്റ് പാർട്ടി വിഭജിക്കപ്പെട്ടു, ഡിവൈഡ് ചെയ്ത് പുതിയ പാർട്ടികൾ രൂപപ്പെട്ടു. അങ്ങനെ രൂപപ്പെട്ട പാർട്ടികളിൽ ഒന്നാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. ഏത് പാർട്ടിയാണ്? കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. ഓർമ്മിക്കണം, ഏതാണ്? കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. ഓക്കെ. കോൺഗ്രസിൽ നിന്ന് ആശയപരമായ അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും വേർപെട്ട് വന്ന JB കൃപലാനിയാണ് ഈ പാർട്ടി രൂപീകരിച്ചത്. ഓർക്കണം, ആരാണ്? JB കൃപലാനി. JB കൃപലാനിയാണ് ഏത് പാർട്ടി രൂപീകരിച്ചത്? KMPP എന്ന പാർട്ടി രൂപീകരിച്ചത്. കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. ഏത് വർഷമാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്? 1951-ലായിരുന്നു. 1951-ൽ ഈ പാർട്ടി രൂപീകരിക്കപ്പെട്ടു. പിന്നീട് അപ്പോൾ ഒരേ സമയം രണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടികളായി. ഒന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയും നേരത്തെ ആചാര്യ നരേന്ദ്രദേവിന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് പാർട്ടിയും CSPയും, പിന്നെ ആരുണ്ട്? KMPPയും, കിസാൻ മസ്ദൂർ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. ഈ രണ്ട് പാർട്ടികളും പിന്നീട് 1952-ൽ ഒരുമിച്ചു. ഈ രണ്ട് പാർട്ടികളും എന്ത് ചെയ്തു? ഈ രണ്ട് പാർട്ടികളും ഏതൊക്കെ പാർട്ടികൾ? KMPPയും CSP എന്ന് പറയുന്ന രണ്ട് പാർട്ടികളും 1952-ൽ ഒരുമിച്ച് ചേർന്നു. ഈ രണ്ട് പാർട്ടികളും ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചു. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, PSP. അപ്പൊ ഏതൊക്കെ ചേർന്നാണ്? CSPയും KMPPയും ഒരുമിച്ച് ചേർന്ന് 1952-ൽ രൂപീകരിച്ച പുതിയ പാർട്ടിയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. ക്ലിയർ ആയല്ലോ? ഇനി അതിനുശേഷം വീണ്ടും സ്പ്ലിറ്റ് ഉണ്ടായി. 1971-ലെ ഇലക്ഷനിൽ വീണ്ടും സോഷ്യലിസ്റ്റ് പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടു. അതുവരെയൊക്കെ പിടിച്ചു നിന്നു. 71-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ അവശേഷിക്കുന്ന നേതാക്കന്മാരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. ഓക്കെ. 71-ലെ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ബാക്കിയുള്ളവരെല്ലാം മറ്റു പാർട്ടികളിലേക്കൊക്കെ പോയി. അവശേഷിക്കുന്നവർ ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ഓക്കെ. അങ്ങനെ സോഷ്യലിസ്റ്റ് പാർട്ടി പല കാലഘട്ടങ്ങളിൽ പല ഘട്ടമായി ഇത് വിഭജിക്കപ്പെട്ടു. ഇനി ഇതിന്റെ ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞ് നമുക്ക് ആ ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാം. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവ് ആദ്യം നമ്മൾ പറഞ്ഞ നരേന്ദ്രദേവ്. അദ്ദേഹമാണ് 1934-ൽ പാർട്ടി രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. ആചാര്യ നരേന്ദ്രദേവ്, അതുപോലെ തന്നെ റാം മനോഹർ ലോഹിയ ഈ പാർട്ടിയുടെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മറ്റൊന്ന് അശോക് മെഹ്ത്ത, അദ്ദേഹവും പാർട്ടിയുടെ ഒരു പ്രമുഖ ലീഡറായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ JB കൃപലാനി, KMPP രൂപീകരിച്ച JB കൃപലാനി. നമ്മുടെ കേരളത്തിൽ ഒരു സോഷ്യലിസ്റ്റ് നേതാവ് ഉണ്ടായിരുന്നു. കേരളത്തിൽ അധികാരം നേടിയെടുത്ത ആരാണ്? സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പട്ടം താണുപിള്ളയായിരുന്നു. അപ്പോൾ ഇവരൊക്കെ അന്ന് ഇന്ത്യയിലെ പ്രമുഖരായ സോഷ്യലിസ്റ്റ് നേതാക്കന്മാരായിരുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഫോർമേഷൻ, അതിൻ്റെ രൂപീകരണം പഠിച്ചു. പോളിസീസ്, നമ്മൾ നയങ്ങൾ പഠിച്ചു. അതിൻ്റെ സ്പ്ലിറ്റ്, വിഭജനവും പഠിച്ചു. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ.